UDF പുതുയുഗ യാത്രയിൽ അപമാനിച്ചു. ഉദ്ഘാടന വേദിയിൽ നിന്നിറങ്ങിപ്പോയി കെ സുധാകരൻ MP. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. UDF പുതുയുഗ യാത്രയിൽ നേതാക്കൾ അപമാനിച്ചതിനെ തുടർന്ന് ഉദ്ഘാടന വേദിയിൽ നിന്നിറങ്ങിപ്പോയി കെ സുധാകരൻ MP. ഉദ്ഘാടനം ചെയ്ത ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രസംഗം തുടങ്ങുമ്പോൾ സുധാകരന്റെ പേര് പരാമർശിച്ചില്ല. കൂടാതെ ഹാരാർപ്പണം നടത്തുമ്പോൾ ഉൾപ്പെടുത്തുകയും ചെയ്തില്ല. ഇതിൽ പ്രതിഷേധിച്ച് UDF നേതാക്കളോട് പറയാതെയാണ് സുധാകരൻ ഇറങ്ങിപ്പോയത്. KC വേണുഗോപാൽ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയതിന് പിന്നാലെയാണ് സുധാകരൻ വേദി വിട്ടത്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 കുറയ്ക്കുന്നതിന് സർവീസ് സംഘടനകൾ തത്വത്തിൽ അംഗീകാരം നൽകി. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സർവീസ് സംഘടനാ ഭാരവാഹികൾ നിലപാട് അറിയിച്ചത്. വിഷയത്തിൽ വീണ്ടും ചർച്ച നടത്തിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. തീരുമാനം നടപ്പിലായാൽ ശനിയാഴ്ച കൂടി സർക്കാർ ജീവനക്കാർക്ക് അവധി ലഭിക്കും. 5 ദിവസം പ്രവൃത്തി സമയം കൂട്ടുന്ന കാര്യവും അംഗീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് കോൺഗ്രസ് ദേവസ്വം ബോർഡാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2004 ഇന്നത്തെ കോൺഗ്രസിന്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവായിരുന്നു ദേവസ്വം മന്ത്രി. അന്നു മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവിധ കളികളും കളിച്ചുവെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാസലഹരി വേട്ടയിൽ യുവനടി അഞ്ജു കൃഷ്ണ ഉൾപ്പെടെ 8 പേർ പിടിയിൽ. തമിഴ് സിനിമ സഹസംവിധായക വിൻസി നിവേദയും അറസ്റ്റിലായ കൂട്ടത്തിലുണ്ട്. മെത്താംഫെറ്റമിൻ, NSD സ്റ്റാമ്പുകൾ, കഞ്ചാവ് തുടങ്ങിയ ലഹരി മരുന്നുകളുമായാണ് ഇവർ ആന്റി നർക്കോട്ടിക് ഇന്റലിജൻസ് യൂണിറ്റിന്റെ പിടിയിലായത്. പാതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് പണം വാങ്ങിയ സംഭവത്തിൽ BJP നേതാവ് MN രാധാകൃഷ്ണനെതിരെ വീണ്ടും കേസ്. ചെങ്ങമനാട് സ്വദേശിയുടെ പരാതിയിലാണ് കേസ്. രാധാകൃഷ്ണൻ പണം കൈപ്പറ്റിയ ശേഷം 2 വർഷം പിന്നിട്ടിട്ടും തുകയോ വാഹനമോ നൽകാതെ കബളിപ്പിച്ചതായിട്ടാണ് പരാതി. കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം കുവൈറ്റിൽ റെസ്റ്റോറന്റുകളുടെ ഉടമയായ സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരണം. DNA പരിശോധനാ ഫലം പുറത്തു വന്നപ്പോഴാണ് സൂരജ് ലാമ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചത്. കുവൈറ്റ് മദ്യ ദുരന്തത്തിൽ ഇരയായി ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് നാടുകടത്തപ്പെട്ട കൊൽക്കത്ത സ്വദേശിയാണ് സൂരജ് ലാമ. പോലീസ് DNA റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ കാറിടിച്ച സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജുവിന് ജാമ്യം. ഇന്നലെ രാത്രി അപകടത്തിനിടയാക്കിയ കാർ കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കവടിയാർ ടെന്നീസ് ക്ലബിന്റെ പിന്നിൽ നിന്നാണ് മണിയൻപിള്ള രാജുവിന്റെ കാർ കണ്ടെത്തിയത്. തന്റെ കാറിലാണ് ബൈക്ക് വന്നിടിച്ചതെന്നും ബൈക്ക് യാത്രക്കാർ അമിത വേഗതയിലായിരുന്നുവെന്നുമാണ് മണിയൻപിള്ള രാജുവിന്റെ മൊഴി. സീനിയർ വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് തോൽവിയുടെ തുടക്കം. റെയിൽവേസിനോട് 131 റൺസിനാണ് കേരളം പരാജയപ്പെട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത റെയിൽവേസ് 50 ഓവറിൽ 6 വിക്കറ്റിന് 268 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 42.3 ഓവറിൽ 137 റൺസിന് ഓൾ ഔട്ടായി. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഷിയ ആരാധനാലയത്തിൽ വൻ സ്ഫോടനം. ഷെഹ്സാദ് ടൗൺ മേഖലയിലെ ടർലായി ഇമാം ബർഗാഹിലാണ് സംഭവം. 24 പേർ മരിച്ചതായാണ് പ്രാഥമിക വിവരം. 101-ലേറെ പേർക്ക് പരിക്കേറ്റു. ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും വെള്ളപൂശി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്നാണ് VD സതീശന്റെ കണ്ടെത്തൽ. ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിൽ മാറ്റമുണ്ടായത്. അവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.